ഇപ്പോൾ നാട്ടിൽ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇന്ധനക്ഷാമമാണ്. അത് മറികടക്കാൻ പല വഴികളും ഹോട്ടൽ ഉടമകളൊക്കെ പയറ്റുന്നുണ്ട് താനും. വിഭവങ്ങൾ വെട്ടിക്കുറച്ചൊക്കെ പിടിച്ചു നിൽക്കാൻ പെടാപ്പാട് പെടുകയാണ് പല ഹോട്ടൽ ഉടമകളും. എന്നാൽ അക്കൂട്ടരിൽ നിന്ന് വ്യത്യസ്തരായ ഒരു ഹോട്ടൽ ഉടമയാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. അതായത് നിങ്ങൾ ഗ്യാസ് സിലിണ്ടർ നൽകിയാൽ ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് ബിരിയാണി ഹോട്ടൽ ഫ്രീ ആയി തരുമെന്നാണ് പറയുന്നത്. എങ്ങനെയുണ്ട് ഈ ഐഡിയ? മികച്ച പ്രതികരണമാണ് എന്തായാലും ഉപഭോക്താക്കളിൽ നിന്ന് ഹോട്ടലുകാർക്ക് ലഭിച്ചത്. ಸಿಲಿಂಡರ್ ಶಾರ್ಟೇಜ್ ಆಗಿದ್ರಿಂದ ನಾವೊಂದು ಆಫರ್ ಬಿಟ್ಟಿದೀವಿ. ಒಂದು ಕಮರ್ಷಿಯಲ್ ಸಿಲಿಂಡರ್ ಕೊಟ್ರೆ ತಿಂಗಳ ಪೂರ್ತಿ ಬಿರಿಯಾನಿ ಫ್ರೀ, ಅಂದ್ರೆ 30 ಡೇಸ್ಗೂ ಬಿರಿಯಾನಿ ಫ್ರೀ ಕೊಡ್ತಾ ಇದೀವಿ. ಇಲ್ಲಿ ഈ ഒരു യുദ്ധത്തിന്റെ വാർത്ത നമ്മളിങ്ങനെ നിരന്തരം പങ്കുവെച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മളുടെ യൂട്യൂബിനൊക്കെ താഴെ എപ്പോഴും വന്നിരുന്ന കമന്റാണ്, ഈ പശ്ചിമേഷ്യയിൽ യുദ്ധം നടക്കുന്നതിന് നമ്മൾ ഈ ഒരു കേരളത്തിലുള്ള മാധ്യമങ്ങൾ എന്തിനാണ് ഇത് ഇത്ര കാര്യമായി കവർ ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു. ഇതാണ് വിഷയം. ഇങ്ങനെ ഇന്ധനക്ഷാമത്തിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ മറ്റ് ക്രൂഡ് ഓയിലിന്റെ വില വർധന, സ്വർണ്ണത്തിന്റെ വിലയിലുള്ള വ്യത്യാസം, അങ്ങനെയുള്ള രീതിയിലൊക്കെ നമ്മളെ അത് ബാധിക്കുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധയിലേക്കായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കെ ബി ശ്രീധരൻ ചേരുന്നുണ്ട് തത്സമയം. ശ്രീധരൻ, ഈ ഒരു വാർത്ത ഞാൻ ആദ്യം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇന്ധന പ്രശ്നത്തിനെ കുറിച്ചുള്ള വാർത്ത ഏറ്റവും ആദ്യം ബംഗളൂരുവിൽ നിന്നാണ് നമ്മൾ മാതൃഭൂമി ന്യൂസിലൂടെ പങ്കുവെക്കുന്നത്. ഹോട്ടലുകൾ അടച്ചിട്ടു എന്ന് പറഞ്ഞ നിരവധി ഹോട്ടൽ ഉടമകൾ വലിയ പ്രതിസന്ധി നേരിടുന്നു എന്നുള്ള വാർത്തകൾ പങ്കുവച്ചു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് വീണ്ടും അടുത്ത റിപ്പോർട്ട് വന്നു. അവരൊക്കെ അടുപ്പുകളിലേക്ക് മാറി എന്നുള്ളതായിരുന്നു ആ റിപ്പോർട്ട്. വിറകടുപ്പുകളിലേക്ക് മാറി കുറച്ച് ഹോട്ടലുകളൊക്കെ അങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ബദൽ മാർഗം തേടി ഇപ്പോൾ മറ്റൊരു ബദൽ മാർഗം ഇതാണെന്ന് അറിയുമ്പോൾ ശരിക്കും ഒരു കൗതുകവും അത്ഭുതവും തോന്നുന്നുണ്ട്. കാരണം ബിരിയാണി ഫ്രീ ആയി തരാം, എന്നാലെങ്കിലും ഗ്യാസിന്റെ പ്രശ്നം ഒന്ന് പരിഹരിക്കട്ടെ, അങ്ങനെ ഒരു പരിഹാരം കാണട്ടെ, എനിക്ക് എങ്ങനെയെങ്കിലും കട തുറന്നാൽ മതി എന്ന് മാത്രമേ ആ മനുഷ്യന്റെ മനസ്സിലുള്ളൂ അല്ലേ? ഹിമ, ഇപ്പോൾ ഈ പാചകവാതക പ്രതിസന്ധി വല്ലാതെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണല്ലേ. ഇപ്പോൾ വീടുകളിലേക്ക് അത് കാര്യമായിട്ട് ബാധിച്ചിട്ടില്ലെങ്കിൽ പോലും ഹോട്ടലുകളുടെ പ്രവർത്തനത്തെ അത് വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതായത് പല ഹോട്ടലുകളും ഈ LPG സിലിണ്ടറുകൾ കിട്ടാത്തതിനെ തുടർന്ന് പൂട്ടിയിട്ട സ്ഥിതിയാണ്. ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നൊക്കെ കണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ചിലരൊക്കെ വിറകടുപ്പിലേക്ക് മാറി പുതിയ അടുപ്പുകൾ, അതായത് റോക്കറ്റ് അടുപ്പൊക്കെ നമ്മൾ കണ്ടതാണ്. ഏതായാലും ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഉപഭോക്താക്കളുടെ സഹകരണത്തോടു കൂടി ഒരു ഹോട്ടലുകൾ തുറന്ന് പ്രവർത്തിക്കാനുള്ള ശ്രമമാണ് തമിഴ്നാട്ടിലെ ഹൊസൂരിലെ ഈറോഡ് അമ്മായി ബിരിയാണിക്കട ഇവർ നടത്തുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു സിലിണ്ടർ നൽകുകയാണെങ്കിൽ, ഒരു വാണിജ്യ സിലിണ്ടർ നിങ്ങൾ നൽകുകയാണെങ്കിൽ ഒരു മാസം ഒരു നേരം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബിരിയാണി കഴിക്കാം. അതായത് അതിൽ മട്ടൻ ബിരിയാണി ഉണ്ട്, ചിക്കൻ ബിരിയാണി ഉണ്ട്. ഇത് ഏത് വേണമെന്ന് നമുക്ക് ഓഫർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യമാണ് ഈ ഹോട്ടൽ ഉടമ ഒരുക്കിയിരിക്കുന്നത്. ഇനി 2 സിലിണ്ടർ നൽകുകയാണെങ്കിൽ 2 നേരവും കടയിൽ നിന്ന് ബിരിയാണി കഴിക്കാനുള്ള അല്ലെങ്കിൽ സൗജന്യമായി കഴിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാകും. ഈ ഹോട്ടലിന്റെ മാനേജറായിട്ടുള്ള അശോക് പറയുന്ന ഒരു കാര്യം, ഞങ്ങളിത് ഉപഭോക്താക്കൾ പറഞ്ഞ്, അതായത് ഇത് അടച്ചിടരുത്, ഫേമസ് ആയിട്ടുള്ള ഒരു ബിരിയാണി കടയാണ്, ഈ കട അടച്ചിടരുതെന്ന് ആളുകൾ തന്നെ പറഞ്ഞതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചത്. മികച്ച പ്രതികരണം ലഭിക്കുന്നു എന്നാണ് ഇവർ പറഞ്ഞത്. അതായത് ഇതുവരെ 6 സിലിണ്ടറുകൾ, വാണിജ്യ സിലിണ്ടറുകൾ ഇവർക്ക് ഈ രീതിയിലൂടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കട ഉടമകൾ പറയുന്നത്. ഈ ആളുകൾ എല്ലാ ദിവസവും ഒന്നും കഴിക്കാൻ വരുന്നില്ല, പക്ഷെ അങ്ങനെ ഒരു ഓഫർ അവിടെയുണ്ട്. അതുകൊണ്ട് സ്ഥിരം കസ്റ്റമേഴ്സാണ് കൂടുതൽ ഉള്ളത്. ആളുകളൊക്കെ വന്ന് കഴിച്ചു പോകുന്നുണ്ട്. ഹോട്ടൽ അടച്ച് ഇടാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ശ്രമം നടത്തിയിരിക്കുന്നതെന്നാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നത്. ഏതായാലും ഈ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കാം എന്നതിനെ ചൊല്ലി ഹോട്ടലുകാരെല്ലാം വല്ലാതെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ നൂതനമായിട്ടുള്ള ഒരു ഐഡിയ കൂടി. എന്തായാലും ഗ്യാസിന്റെ പ്രശ്നം വലിയ രീതിയിൽ തന്നെ എല്ലാവരെയും ബാധിക്കുന്നുണ്ട്. നമ്മളൊക്കെ ഈ ഒരു പാചകവാതകത്തിന്റെ വില കൂടുന്നു എന്നുള്ളതിനേക്ക് അപ്പുറത്തേക്ക് ഇത് ഇങ്ങനെ കിട്ടാതെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചു കാണില്ല. ഇപ്പൊ എന്തായാലും ആ അവസ്ഥയിലൂടെയും കടന്നു പോവുകയാണ്. അത് ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് ഹോട്ടലുകാരെ തന്നെയാണ്. അപ്പൊ അതിനുള്ള ഒരു ബദൽ മാർഗം ഇങ്ങനെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും വലിയ കൗതുകമുണ്ട് അത് കേൾക്കുമ്പോൾ.